ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ നമ്മുടെ ഭൂമിജയുടെയും അതുപോലെ അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഈ പരമ്പര, അതായത് 3 പരമ്പരകളാണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. ആദ്യം രാവിലെ നമ്മൾ ഇവർ വിവാഹിതരായാൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 കാറ്റത്തെ കിളിക്കൂട് ഇടുന്നുണ്ട്. പിന്നീട് നമ്മുടെ പവിത്രം പരമ്പര അല്ലേ, പവിത്രം സീസൺ 2 നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ തിങ്കളാഴ്ചയും ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാൻ അപ്കമിങ് വിശേഷം പവിത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ വിശേഷം കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിജയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമുള്ളൊരു രംഗമായിരുന്നു. തൻ്റെ വലം കൈയായ തൻ്റെ അച്ഛൻ, മറുവശത്ത് തൻ്റെ അമ്മ, രണ്ടുപേരെയും തനിക്ക് നഷ്ടമായ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ബന്ധുക്കളോ മറ്റാരും തന്നെ ഇല്ല. കുറച്ച് സുഹൃത്തുക്കളും ആ ഷോപ്പ് നടത്തുന്ന കുറച്ച് ആൾക്കാരും അല്ലേ, പരിചയമുള്ളവർ മാത്രമാണ് ഭൂമിജയുടെ റിലേറ്റീവായിട്ട് ബന്ധുക്കളായിട്ടൊക്കെ ആകെ എന്ന് പറയേണ്ടത് അവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റിയിൽ സമീപിച്ച് അവർ വഴി പൈസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നു. ആ സമയത്താണ് തൻ്റെ അച്ഛനെ തനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടമായത് കേട്ടോ. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയായാലും ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. തൻ്റെ അച്ഛൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ അച്ഛനെ ആരെന്തിനിങ്ങനെ ചെയ്തു. തൻ്റെ അമ്മ, ഒരു തെറ്റും ചെയ്യാത്ത അമ്മ, തൻ്റെ അമ്മയെ കൊണ്ടുവന്ന് ജയിലിലടച്ചു. എനിക്കൊന്നും മനസ്സിലാവണില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ പറ്റിയത്, ഈ ഒരു ദിവസം എന്താണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയത് എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ഭൂമി നേരം വെളുത്തപ്പോൾ തന്നെ രാവിലെ സ്റ്റേഷനിൽ പോവാണ്. കാരണം തൻ്റെ അമ്മ ഇപ്പോൾ ഈ അവസ്ഥയിൽ എന്തായിരിക്കും എന്നുള്ളത്. പാവം നമ്മുടെ അംബിക തലേ ദിവസം കരഞ്ഞ് അംബികയ്ക്ക് അറിയില്ല. കാരണം എന്നേക്കുമായിട്ട് തൻ്റെ അച്ചുവേട്ടനെ നഷ്ടപ്പെട്ടു. നമ്മുടെ മകൾ ഭൂമി പാവം, അച്ഛനും ഇല്ല അമ്മയില്ല, അവൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥ അവളുടെ ജീവിതത്തിൽ പോലും അവൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, രണ്ടുപേരെ നടുക്ക് കിടന്നാണ് അവൾ ഉറങ്ങുന്ന കൂടി. ഈ ഒരവസ്ഥ എൻ്റെ മകൾ എങ്ങനെ തരണം ചെയ്യും, എൻ്റെ മകൾ എങ്ങനെ സഹിക്കും എന്നോർത്ത് നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ അംബിക. അതുമാത്രമല്ല, അംബികയുടെ മനസ്സിൽ ചില ഭയങ്കരമായ കാര്യങ്ങളൊക്കെ അംബിക ഓർത്തെടുക്കുകയാണ്. അതായത് എൻ്റെ അച്ചുവേട്ടൻ എന്തുകൊണ്ടാണ് ഭൂമിയെ അവളുടെ അച്ഛൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് നിന്നത്. കാരണം ഭൂമിയുടെ ജീവനും ചിലപ്പോൾ ഒരുപക്ഷെ ആപത്ത് വരും. ഈ കൊലയാളി ചിലപ്പോൾ ഭൂമിയെ ഉന്നം വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എങ്ങനെ അറിയും എന്നൊക്കെയുള്ള പല ചിന്തകളാണ് അംബികയുടെ മനസ്സിൽ വന്നത്. അപ്പം രാവിലെ തന്നെ നമ്മുടെ ഭൂമി കാണാൻ വരെയാണ്. അങ്ങനെ നമ്മുടെ CSRനെ കണ്ടിട്ട് അമ്മയെ കാണാനുള്ള പെർമിഷനൊക്കെ മേടിച്ച് നേരെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ചാരി കരഞ്ഞ് തളർന്നിരിക്കുന്ന തൻ്റെ അമ്മയാണ് കാണുന്നത്. അമ്മയെന്നൊന്ന് വിളിച്ചുള്ളൂ. അപ്പോഴേക്കും അംബിക ഓടി എഴുന്നേറ്റ് വരാം കേട്ടോ. മോളേന്നും പറഞ്ഞുകൊണ്ട് ആ സെല്ലിൻ്റെ ആ കഴികൾക്കിടയിൽ കൂടെ അംബിക മകളെ ചേർത്ത് പിടിച്ച് കുറേ വിങ്ങിക്കരയാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഒരിക്കലും നിൻ്റെ അച്ഛനെ ഞാനൊന്നും ചെയ്തിട്ടില്ല മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ്. എൻ്റെ അമ്മ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉള്ളതാണെന്ന് ഈ ഭൂമിക്കറിയാം. അമ്മ വിഷമിക്കേണ്ട. ഇത് ചെയ്ത കൊലയാളി എവിടെയാണെങ്കിലും ഈ ഭൂമി കൊണ്ടുവരും അമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കുക, അമ്മ വിഷമിക്കരുത്. എല്ലാം ധൈര്യത്തോടെ തന്നെ നേരിടണം. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായി, ഇനി അമ്മയും കൂടെ നഷ്ടമാവാൻ ഞാൻ അനുവദിക്കില്ല. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ കൊലയാളിയെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അംബിക കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കണം, മോള് സമാധാനപ്പെടണം, മോള് സങ്കടപ്പെടരുത്, അച്ചുവേട്ടന് സഹിക്കാൻ പറ്റില്ല. മോളുടെ കണ്ണുകൾ നിറഞ്ഞ അച്ഛന് മേളിരുന്നിട്ടാണെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് മോൾ എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് നേരിടണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് അംബിക ഒരൊറ്റ കരച്ചിലാണ് കേട്ടോ. എൻ്റെ മോൾ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന്. പക്ഷേ ഭൂമി അംബികയുടെ മുന്നിൽ പിടിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം വേറൊന്നുമില്ല, കാരണം ഭൂമിയും കൂടെ കരഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മ തളർന്നു പോകും എന്നുള്ളൊരവസ്ഥ ഭൂമിക്കറിയാം. അതുകൊണ്ട് ഭൂമി മാക്സിമം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ സി എ സാറിനെ കാണാനായിട്ട് അതിനുശേഷം നമ്മുടെ ഭൂമി ചെല്ലുകയാണ്. എന്നിട്ട് ഭൂമി അജയുടെ അടുത്ത് പറയുന്നുണ്ട്, സാറേ എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ഞാൻ ഈ 10-22 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു പ്രാവശ്യം പോലും അവരൊരു ചെറിയ കാര്യത്തിന് പോലും പിണങ്ങി നിൽക്കാറില്ല, വഴക്കിട്ടിരിക്കാറില്ല. അങ്ങനെ ഒരു പിണക്കും എൻ്റെ അച്ഛനും അമ്മയും തമ്മിലില്ല. ആ എൻ്റെ അമ്മയാണോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞ് സാറ് ഈ ഇരുമ്പഴിക്കുള്ളിൽ ഇട്ടേക്കുന്നതെന്നും പറഞ്ഞ് ഭൂമി കരയാണ്. അജയ് പറഞ്ഞു, താൻ കരയിലിടോ, താൻ ഇത്ര ശല്യാവല്ലേ. പക്ഷേ തൻ്റെ അമ്മയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും തൻ്റെ അമ്മയ്ക്കെതിരെയാണ് എന്നുള്ളത് ഭൂമി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമുക്ക് എന്തായാലും അമ്മ പറഞ്ഞു, ഒരു കൊലയാളി, ഒരു മുഖംമൂടി ധരിച്ചൊരു കൊലയാളി ആണ് ഇത് ചെയ്തതെന്നും ഒക്കെ അമ്മ പറയുന്നുണ്ട്. അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും താനും കൂടെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. താൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരുന്ന തൻ്റെ അമ്മ എങ്ങനെയാണ് നമുക്ക് ഒരു പുറത്ത് കൊണ്ടുവരണ്ടേ, അതിന് താനും എൻ്റെ ഒപ്പം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അജയ്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരെയാണ്. ഭൂമിക്ക് വീട്ടിലോട്ട് കയറുമ്പം തന്നെ താങ്ങാനാവാത്ത വിഷമമാണ്. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ലക്ഷ്മി ചേച്ചി കുറേ പ്രാവശ്യം പറഞ്ഞു, മോളെ കിടക്ക്, പക്ഷെ പറ്റില്ല. ഭൂമിക്ക് കണ്ണടയ്ക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നിലവിളി, അങ്ങനത്തെ ആ ഒരു വല്ലാത്ത ഒരു പേടിയാണ് ഭൂമിയുടെ ഉള്ളിൽ കടന്നു വരുന്നത് കേട്ടോ. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് കൂടി അറിയില്ല. അങ്ങനെ അതിനുശേഷം ഭൂമി നേരെ വീട്ടിൽ വരേണേ. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാബു എന്ന് പേരുള്ള ബാലനാണോ ബാബു ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മ വരുന്നില്ല കേട്ടോ. ആ പോലീസ് ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, ഭൂമി ഒരുപാട് ഇഷ്ടമുള്ള, അയാൾ പല കേസും ഭൂമിയോടാണ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ അയാൾ സി എ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്തായാലും ഞാൻ ഒരു കാര്യം സാറിനോട് പറഞ്ഞു തരാം. ഈ അംബിക എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരിക്കലും അയാളെ കൊല്ലാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ വായിൽ നിന്ന് തന്നെ അവളുടെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് പണ്ട് മുതലേ അറിയാം. അതൊരു സാധു സ്ത്രീയാ സാറേ. അപ്പോഴേക്കും നമ്മുടെ അജയ് പറഞ്ഞു, അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഏതോ ഒരു മനുഷ്യൻ മുഖംമൂടി ധരിച്ച് അച്ചുവേട്ടനെ കൊല്ലാൻ വന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് തെളിവുകളെല്ലാം നമ്മുടെ ഭൂമിയുടെ അമ്മയ്ക്ക് എതിരാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷണങ്ങൾ നടത്തണം എന്നുള്ളതൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഭൂമി തിരിച്ച് വീട്ടിലെത്തിയല്ലോ. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ്റെ ആ ബോഡി തിരിച്ച് കിട്ടുന്നത് കേട്ടോ. ഭൂമിക്ക് ആ നിമിഷം എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം ഭൂമി ആ നിമിഷം മനസ്സിലോർത്തത്, താൻ രാവിലെ തലേ ദിവസം രാവിലെ ഷോപ്പിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഇറങ്ങി നിന്ന് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എടി മോളെ, ഒരുമ്മ തന്നിട്ട് പോടിയെന്ന്. അയ്യോടാ, എൻ്റെ പൊന്നച്ഛനല്ലേ, ഞാൻ തിരിച്ചു വന്നിട്ട് 1000 ഉമ്മ എൻ്റെ അച്ഛന് തരാം എന്ന് പറഞ്ഞ വാക്കുകൾ ഭൂമിനെ വല്ലാണ്ട് മനസ്സിനെ വലിച്ചു മുറുകുന്ന കണക്കുള്ളൊരു വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ബോഡി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആ ക്രിയകളും കാര്യങ്ങളൊക്കെ ഭൂമിയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഭൂമി ആ കാര്യങ്ങളിങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് ഭൂമി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛന് ഒരു ഉമ്മ തരാനല്ലേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, ഞാൻ 1000 ഉമ്മ എൻ്റെ അച്ഛന് തരാമെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ വിട്ട് കരയാണ് കേട്ടോ ഭൂമി. ആ നിമിഷം അവിടെ നിന്ന ഒരു മനുഷ്യൻ പോലും കരയാതിരുന്നിട്ടില്ല. ലക്ഷ്മി ഏട്ടത്തി പറ്റുന്ന പോലെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സത്യദാസിന് ഇതൊന്നും കണ്ടു നിൽക്കാനാവുന്നില്ല. കാരണം തൻ്റെ മകൾക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ എന്ന ഒരു ഫീലിങ്സോടെയാണ് സത്യദാസ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ക്രിയകളും കാര്യങ്ങളൊക്കെ അച്യുതൻ്റെത് ഭൂമി ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടുകൂടി ഭൂമി തല ഇറങ്ങി അങ്ങ് വീഴാണ്. കാരണം ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ തനിക്ക് വന്നല്ലോ. കാരണം ഒരു ബന്ധുക്കളോ അങ്ങനെ അധികം സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഭൂമിക്കില്ല. പിന്നെ ഈ ടീ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ, ലക്ഷ്മി ഏട്ടത്തി ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ, പിന്നെ നമ്മുടെ സത്യൻ സാറും അവരുടെ കുടുംബം, ഇത് മാത്രമാണ് ഭൂമിയുടെ ആ ഒരു ഇതിലുള്ള ബന്ധുക്കൾ എന്ന് പറയണത്. അങ്ങനെ ഭൂമി സഹിച്ചു പിടിച്ച് ആ ഒരു ഇത് ചെയ്യാൻ കേട്ടോ. പക്ഷെ അജയുടെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഭൂമി ആ കരയുന്നതും നിലവിളിക്കുന്നതും ആയിട്ടുള്ള പല ചിന്തകൾ ഇങ്ങനെ കയറി വരികയാണ്. പക്ഷേ നമ്മുടെ അജയ് ഒരു തീരുമാനം തന്നെ എടുക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, എന്തായാലും ഭൂമിയുടെ അമ്മ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. എന്തെങ്കിലും ഒരു തെളിവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കതിൽ വെച്ച്
വെച്ച് ഒന്ന് കയറി പോകാമായിരുന്നു. അങ്ങനെ അജയ് ആ ഒരു കേസ് വളരെ ഇതായിട്ട് തന്നെ, കാരണം സത്യദാസ് സാറ് തൻ്റെ വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വേറൊന്നുമില്ല, ഈ കേസ് മോനെ നീ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് അത് തെളിയിക്കണം. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഭൂമിക്ക് ഇനി ഈ ലോകത്ത് ആരുമില്ല, അവൾക്ക് അവളുടെ അമ്മ മാത്രം ഉള്ളത്. അവരെങ്കിലും അത് സ്ത്രീനെങ്കിലും നമുക്ക് പുറത്തിറക്കണം. ആ ഒരു വാക്കുകൾ അജയനെ ഈ കേസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആക്കുകയും, ദാസിനാണെങ്കിൽ ഭൂമിയുടെ ഈ ഒരു അവസ്ഥ സഹിക്കാവുന്നതിനേലും അപ്പുറം ഇരുന്നു കേട്ടോ. അങ്ങനെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും സത്യദാസ് എല്ലാം ശ്രദ്ധിക്കുകയും നോക്കുകയും അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, പിന്നെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും തന്നെ സത്യ നീ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം മുത്തശ്ശിക്ക് പോലും ഭൂമി അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു അല്ലേ. ആ മകൾക്ക് ഇത്രയും ഭാഗ്യമുള്ളൊരു അച്ഛനും അമ്മയും കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി ഇങ്ങനെ പറയുന്ന സീനുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ ഭൂമി ആ കുടുംബത്തെ തന്നെ കുട്ടിയാണ്, ഒരിക്കലും അച്യുതൻ്റെയോ അംബികയുടെയോ മകളല്ല. ആ കുടുംബത്ത് വളരേണ്ട ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ സാഹചര്യവും അതിന് വന്ന ഒരു ദുരനുഭവം കൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അല്ലേ. അത് മറ്റാർക്കും അറിയില്ല. എന്തായാലും ഭൂമി വളരെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഭൂമി ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യം വേറൊന്നുമല്ല, താൻ എന്തെങ്കിലും ഉടനെ വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടാക്കി തന്നെ ഈ സ്റ്റേഷനിലെത്തുകയും തൻ്റെ അമ്മയെ എത്രയും വേഗം രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് ഭൂമി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ അച്യുതൻ, അതായത് അച്യുതൻ്റെ ആ മരണവുമായിട്ട് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ചില എവിഡൻസുകൾ നമ്മുടെ ഭൂമിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് സംബന്ധിച്ച് അജയ് വെച്ച് അതുവഴി ഇതിൻ്റെ ഓരോ മുക്കും മൂലയും തോണ്ടിയെടുത്ത് അജയ് ഈ കേസ് തെളിയിച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഭൂമിയുടെ ഫുൾ സപ്പോർട്ടോടു കൂടി. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി വരാനിരിക്കുന്ന ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ പരമ്പരയിൽ ഇന്ന് ഏകദേശം ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ഈ ചാനൽ ഇനിയിപ്പോൾ നാളെ ഞാൻ പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് ഇടാം, മാക്സിമം ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ 11 മണിക്ക് രാവിലെ തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സുമി മുഫാസ് മനസ്സിലെന്ന ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ഹൈപ്പ് മറക്കണ്ട, നിങ്ങളുടെ കമൻറ്റ് മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു.